ഈ തീവെപ്പിൽ ടി ഐ മധുസൂദനൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞത് എപ്പോഴാണ് എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനൊരു ചെമ്മീൻ ഷെഡ് അവിടെ ഉള്ളതോ അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നതോ ഞങ്ങൾക്കാർക്കും അറിയില്ല. അയാൾ തന്നെ ആദ്യം പറഞ്ഞത് സ്ഥിരമായിട്ട് ആൾ കിടക്കുന്ന സ്ഥലമാണത്. ആ ദിവസം മാത്രം ആളില്ല. മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അന്ന് മാത്രം എന്തുകൊണ്ട് ആളില്ല? അന്ന് ഒരു തീവച്ച് നശിപ്പിക്കേണ്ട അന്തരീക്ഷമുള്ള ഒരു ദിവസമായിരുന്നു എന്നുള്ളത് കൂടി ഒന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ പിന്നീട് ഇതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു പരിഗണനയിലൊരു വിഷയമല്ല അത്. ആർക്കും എളുപ്പത്തിൽ ചെന്ന് ചേരാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഇതെന്നാണ് പറയുന്നത്. അന്നാണെങ്കിൽ പെരുമഴയുള്ളൊരു ദിവസമാണ്. അന്നാണ് ഈ കത്തുന്നത്. തീർച്ചയായിട്ടും കത്തിച്ചതാരാണെങ്കിൽ അവരെ കണ്ടുപിടിക്കണം. ടി മധുസൂദൻ്റെ ആളുകളാണെങ്കിൽ അവരെയും കണ്ടുപിടിക്കണം. അതിലൊന്നും വേറെ ആശങ്കയോ വേവലാതിയോ വിഷമമോ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കില്ല. രാവിലെ ഈ വിവരം എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ നെറ്റ്വർക്കാണെന്ന് തോന്നുന്നു ആദ്യം ഇത് വാർത്ത പുറത്തുവിട്ടു. ഇങ്ങനെ ഒരു സംഗതി നടന്ന് എന്തുകൊണ്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരാളുടെ പേര് അല്ലെങ്കിൽ അയാളുടെ നേതൃത്വത്തിലുള്ളവരാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതിയെ മുൻകൂട്ടി നിശ്ചയിക്കുകയും സംഭവം രൂപപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പയ്യന്നൂരിൽ കാണാൻ സാധിക്കുന്നൊരു കാര്യം. തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായതുകൊണ്ട് ടി ഐ മധുസൂദനെതിരായിട്ട് പറഞ്ഞാൽ എല്ലാം ജനങ്ങളെ ഏറ്റെടുക്കും, വിശ്വസിക്കും എന്നായിരിക്കും ധാരണ. ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ തോൽവി ടി ഐ മധുസൂദനൻ എന്ന് പറയുന്ന വ്യക്തികളുടെ തോൽവിയല്ല. അത് പയ്യന്നൂരിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള തിരിച്ചടിയാണ്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഇവിടെ മാത്രമല്ലല്ലോ, ഇതിന് തൊട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് തിരിച്ചടി ഉണ്ടായി. പയ്യന്നൂരിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് തിരിച്ചടി നേരിട്ടു. ഈ ചെമ്മീൻ ഇതിന് ഞങ്ങൾക്കെന്നാൽ ലാഭം? ഇത് തീയിട്ടാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ? അയാളെന്തെങ്കിലും നശിപ്പിച്ചാൽ? ഷെഡ് ആരാ കത്തിച്ചെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ചിട്ട് സമഗ്രമായിട്ട് അന്വേഷിക്കണം. എന്തുകൊണ്ട് അവിടെ ആൾ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ആൾ അന്നില്ലാതിരുന്നു എന്നുള്ളത് പോലീസ് അന്വേഷിക്കണം. ടി ഐ മധുസൂദൻ്റെ പേരെന്തായാലും ഈ കേസിൽ വരണം എന്നുള്ളതിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല, നമുക്ക് പറയാം. പക്ഷേ ഇതെല്ലാം വീണു പോകുന്നു ആരും ധരിച്ചുകൊണ്ട. ബോധപൂർവമായി ഇപ്പോൾ പ്രകോപനം ഉണ്ടാകുന്നത് ഇതൊക്കെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടുകൂടി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് വഴിതിരിച്ചു വിടാൻ വേണ്ടി പറ്റുക? അതിന് പുതിയ പുതിയ കഥകൾ ഇനിയുണ്ടാവും. ഞങ്ങളൊക്കെ അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരുന്നവർക്ക് വെച്ചിട്ട് കാണാം. ഈ ഷെഡ് കത്തിക്കലും കാര്യങ്ങളും വെച്ചിട്ട് ഞങ്ങളെല്ലാം ഒന്ന് നിർവീര്യമാക്കി ക്ഷീണിപ്പിച്ച് കളയാം അല്ലെങ്കിൽ ഭയപ്പെടുത്തി കളയാം എന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തെല്ലാം പയ്യന്നൂർ കണ്ടു.